ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു മാസത്തിലെ ഏത് മാസം വേണം? വേണ്ട, ഏതെങ്കിലും ഒരു മാസം എടുക്കാം അല്ലേ. ജാനുവരി വേണ്ട, സ്റ്റാർട്ടിങ് അല്ലേ. ഫെബ്രുവരി പിടിക്കാം. ഫെബ്രുവരി 1 എന്ന് പറയുന്നത് മൺഡേ ആണ്. ഓക്കെ, ഫെബ്രുവരി 1 എന്ന് പറയുന്നത് മൺഡേ ആണ്. ഫെബ്രുവരി 1 ഒരു വർഷം കൂടി വേണ്ടേ? 2024 പിടിക്കാം അല്ലേ. ഇപ്പൊ 2024 ആണല്ലോ. അപ്പൊ 2024 ഫെബ്രുവരി എന്ന് പറയുന്നത് മൺഡേ ആണ്. ഈ 2024 വേറെ ഏതൊക്കെ മാസമാണ് ഫസ്റ്റ് ഡേ മൺഡേ ആയിട്ട് വരുന്നത്? ചോദ്യം ഒന്നുകൂടി പറയാം. 2024 ഫെബ്രുവരി 1 എന്ന് പറയുന്നത് മൺഡേ ആണ്. 2024 ഫെബ്രുവരി 1 മൺഡേ ആണ്. അപ്പൊ ഈ 2024 വേറെ ഏതൊക്കെ മാസങ്ങളാണ് അതായത് 1-ാം തീയതി മൺഡേ ആയിട്ട് വരുന്നത്? വേറെ ഏതൊക്കെ മാസങ്ങൾ 2024 1-ാം തീയതി മൺഡേ ആയിട്ട് വരുന്നത് ഉണ്ട് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഒരു ഇയറിൽ സിമിലർ മന്ത് ഏതൊക്കെയാണെന്ന് അറിയണം ആദ്യം. ഇത് ഒരു വർഷത്തിലെ സിമിലർ മന്തുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. കോഡ് ഞാൻ പറഞ്ഞുതരാം, എഴുതിയെടുത്തോളുക. ഓർഡിനറി ഇയറിനും ലീപ്പ് ഇയറിനും സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഓർഡിനറി ഇയർ ആദ്യം എഴുതാം അല്ലേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. കോഡ് ഞാൻ പറയാമെങ്കിൽ 733-614. ഈ 1 ഇതിൻ്റെ കേട്ടോ. 614 വായിച്ച് എഴുതാവും നല്ലല്ലേ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വന്ന് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുക. 1 എഴുതിയപ്പോൾ ഗ്യാപ്പ് കറക്റ്റ് ആയില്ല. ഒരു മിനിറ്റ്. ഓക്കെ, 733-614-625-735. ഇതാണ് കോഡ് വരിക. അതായത് ഇതിലിപ്പോൾ സെയിം നമ്പറിലൊക്കെ എന്താണ്? സെയിം മാസമാണ്. അതായത് ഫെബ്രുവരി, മാർച്ച്, ഒക്ടോബർ. ഒക്ടോബർ അല്ല, അതിൻ്റെ അപ്പുറത്ത് നവംബർ. ഈ 3 മാസം സെയിം ആണ്. അതായത് ഫെബ്രുവരി 1 മൺഡേ ആണെങ്കിൽ മാർച്ച് 1 മൺഡേ ആയിരിക്കും, നവംബർ 1 മൺഡേ ആയിരിക്കും. 6 രണ്ടും സെയിം ആണ്. അതായത് ഓഗസ്റ്റ് 1 മൺഡേ ആണെങ്കിൽ ജൂലൈ 1 മൺഡേ ആയിരിക്കും. ഇനി 7 രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ അതായത് ജനുവരി 1 മൺഡേ ആണെങ്കിൽ ഒക്ടോബർ 1 എന്താണ്? മൺഡേ ആയിരിക്കും. അപ്പൊ ഇവിടെ ഇത് ലീപ്പ് ഇയർ ആ. 2024 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ കറക്റ്റ് ഡിവൈഡ് ചെയ്ത് പോണതാണ്. സോ ലീപ്പ് ഇയർ ആണ്. അപ്പൊ ലീപ്പ് ഇയർ കൂടി പഠിക്കാം. ലീപ്പ് ഇയർ ആവുമ്പോൾ സെയിം തന്നെ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇവിടെ 733 എന്നുള്ളതിന് പകരം 623 ആവുന്നു. ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യാം അല്ലെ. 623 ആവും. 733 എന്നുള്ളത് 623 ആവും. ദെൻ സെയിം തന്നെയാണ് 614, 625, ദെൻ ലാസ്റ്റ് 735 എന്ന് വരും. സോ 623, 614, 625, 735. ഈ ഫസ്റ്റത്തെ 2 ഡിജിറ്റ് മാറുമെന്നേ ലീപ്പ് ഇയറിന് വ്യത്യാസമുള്ളൂ. സോ ഇത് എന്തിന്റെ കോഡാണ്? ഒരു വർഷത്തിലെ സെയിം മന്തുകൾ ഏതാണെന്ന് അറിയാൻ. ഇത് വെച്ചിട്ട് വേറെ അപ്ലിക്കേഷനും കൂടി ഉണ്ട് കേട്ടോ. സോ ഇത് പഠിച്ചു വയ്ക്കുക. എന്തായാലും ഇത് വെച്ചിട്ട് വേറൊരു അപ്ലിക്കേഷൻ കൂടി പറയാം. അപ്പോൾ ഈ കോഡ് എന്തിനു വരുന്നതാണ്? ഒരേ മാസം അല്ലെങ്കിൽ ഒരേ വർഷത്തിൽ സെയിം മന്തുകൾ ഏതൊക്കെയാണ്. എന്തിനാണ് ഈ സെയിം മന്ത് കാണുന്നത്? സെയിം മന്തുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ സെയിം ഡേ ആയിരിക്കും 1-ാം തീയതി വരിക. ഒരേ മാസം സിമിലർ ആയിട്ടുള്ള മന്ത് ആണെന്നുണ്ടെങ്കിൽ ആ മാസങ്ങളുടെ 1-ാം തീയതി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരു ഓർഡിനറി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഒന്ന് താഴെ എഴുതേണ്ടി വരും അല്ലേ. എന്നാലേ ഇപ്പം രണ്ടും കൂടി നമുക്ക് കാണുള്ളൂ. ഫെബ്രുവരി 1, 2024 മൺഡേ ആണ്. വേറെ ഏതൊക്കെ മാസങ്ങൾ മൺഡേ 1-ാം തീയതി മൺഡേ ആയിട്ട് വരുന്നതാണ് ചോദ്യം. സോ ഇവിടെ ഫെബ്രുവരി എടുക്കുക. ലീപ്പ് ഇയർ അല്ലേ. ഫെബ്രുവരി 2 ആണ്. 2 വരുന്ന വേറെ ഏതാ ഉള്ളത്? ഓഗസ്റ്റ്. സോ ഓഗസ്റ്റിലാണെങ്കിൽ എന്ത് വരിക? മൺഡേ 1-ാം തീയതി ആയിട്ട് വരിക. വേറൊരു മാസത്തിലും വരില്ല. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ കാണുന്നത്. അപ്പൊ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ചോദ്യം എന്തായിരുന്നു? 2024 ഫെബ്രുവരി 1 മൺഡേ ആണ്. 2024 വേറെ ഏതൊക്കെ മാസങ്ങളാണ് 1-ാം തീയതി മൺഡേ ആയിട്ട് വരുന്നത്? സോ നമുക്ക് ഈ ഫോർമുല അറിയാം. നമ്മൾ എഴുതി വെച്ചു. ലീപ്പ് ഇയർ ആണ്. ഇപ്പോൾ എഴുതി വെച്ചു. ഫെബ്രുവരിന്റെ കോഡ്, മന്തിന്റെ കോഡ് 2 ആണ്. 2 വരുന്ന വേറെ ഏതൊക്കെ മാസങ്ങളുണ്ട്? ഓഗസ്റ്റ് ഉണ്ട്. സോ ഫെബ്രുവരി 1 മൺഡേ ആണെങ്കിൽ ഓഗസ്റ്റ് 1 എന്ത് തന്നെയാണ്? മൺഡേ തന്നെയാണ്.
ഇത് ഓരോ മന്തിന്റെ കോഡുകളാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ ദിവസത്തിന്റെ കോഡും വർഷത്തിന്റെ കോഡും കൂടി പഠിക്കും. അത് വെച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. സോ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി വേറെ കുറച്ച് ഷോർട്ട് കട്ട്സുകൾ പറഞ്ഞുതരാം. ഒന്ന് സ്ക്രോൾ ചെയ്ത് പോട്ടെ. ഓക്കെ, ഇനി അടുത്തത് സെയിം കാലണ്ടർ ഇയർ കാണാൻ എങ്ങനെയാണ് എന്നുള്ളത്. സെയിം കാലണ്ടർ ഇയർ എങ്ങനെയാണ് കാണുക നോക്കാം. അതായത് ഞാൻ പറയുകയാണ് 2024 ഇപ്പോൾ ഈ വർഷം. 2024 ഇപ്പോൾ ഈ വർഷം. ഇതിനോട് സിമിലർ ആയിട്ട് വേറെ ഏതൊക്കെ വർഷങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. 2024 സിമിലർ ആയിട്ട് വേറെ ഏതൊക്കെ വർഷങ്ങൾ ഉണ്ട്. എന്നിട്ട് ഓപ്ഷൻസിൽ അവർ 3-4 വർഷം ഉണ്ടാവും. അതിൽ ഏതാണ് സിമിലർ എന്നാണ് ചോദ്യം വരിക. താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫ്രം ദ ഗിവൻ ബിലോ ഓപ്ഷൻസ് വിച്ച് ഇയർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് 2024 ചോദ്യം വരും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ കാണുക? സ്റ്റെപ്പ് പോലെ എഴുതിക്കോളുക. ലാസ്റ്റ് പോർഷൻ, തന്ന ഇയറിന്റെ ലാസ്റ്റ് പോർഷൻ ഡിവൈഡ് ബൈ 4. ലാസ്റ്റ് പോർഷൻ ഡിവൈഡ് ബൈ 4 ചെയ്യുക. ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പൊ നമുക്ക് റിമൈൻഡർ കിട്ടും. അത് അടിയിൽ സാധനം കിട്ടും. ഇഫ് റിമൈൻഡർ ഈസ് 1, വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് 6 ടു ദ ഇയർ. 6 ടു ദ ഇയർ. അതായത് ഈ 2024 എന്നുള്ളത് നിങ്ങൾ 4 വെച്ച് ഹരിച്ചപ്പോൾ റിമൈൻഡർ 1 കിട്ടിയതെങ്കിൽ ഈ വർഷത്തിനൊപ്പം 6 ആഡ് ചെയ്താൽ സിമിലർ ഇയർ കിട്ടും. ഇനി അടുത്തത് ഇഫ് റിമൈൻഡർ ഈസ് 2 or 3, റിമൈൻഡർ കിട്ടുന്നത് 2 or 3 ആണെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് 11 ടു ദ ഇയർ. ആ ഇയറിനൊപ്പം എന്ത് ചെയ്യുക? 11 ആഡ് ചെയ്യുക. അതായത് 2024 ഹരിച്ചപ്പോൾ നിങ്ങൾക്ക് 24 ഹരിക്കണം 4 ചെയ്തപ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ എടുത്ത് 2 or 3 ആണെങ്കിൽ ഈ ഇയറിന്റെ ഒപ്പം 11 ആഡ് ചെയ്യുക. ആൻഡ് ഇഫ് റിമൈൻഡർ ഈസ് 0, അതും വരാം. 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് കേട്ടോ, ആഡ് 28 ടു ദ ഇയർ. ഓക്കെ, അതായത് 24 ഹരിക്കണം 4 നിങ്ങൾക്ക് 0 കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യണം? എക്സാക്ട് ആയിട്ട് 28 ഒപ്പം കൂട്ടണം. ഇനി ഇതല്ലാണ്ട് ഒരു റിമൈൻഡർ എന്ത് ചെയ്യില്ല, ഏത് വർഷം മരിച്ചാലും കിട്ടൂല. കാരണം 0 എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് പോവുകയാണല്ലോ. ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ 28 ആഡ് അത്ര നോക്കണ്ടോ. ലീപ്പ് ഇയർ ആണെങ്കിൽ 28 ആഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കിട്ടിയ ഇയർ ചോദ്യം കൂടി പറയാം, എന്നിട്ട് പറയാം. അതായത് ഒരു വർഷം തന്നിട്ടുണ്ടാവും, ആ ഇയറിനോട് സിമിലർ ആയിട്ട് ഏത് ഇയർ ആണ് വേറെ ഉള്ളത് എന്നാണ് ചോദിക്കുക. അപ്പൊ അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ തന്ന ഇയറിന്റെ ലാസ്റ്റ് പോർഷൻ, അതായത് ലാസ്റ്റ് 2 നമ്പേഴ്സ് ഡിവൈഡ് ബൈ 4 ചെയ്യാം. കിട്ടുന്ന റിമൈൻഡർ 1 ആണെങ്കിൽ ഇയറിന്റെ ഒപ്പം 6 ആഡ് ചെയ്യുക. അപ്പൊ 1 ഇവിടെ കിട്ടിയതെങ്കിൽ ഇതിനോട് സിമിലർ ആയിട്ട് അടുത്ത ഏതാ 2030 വരും. അല്ലെങ്കിൽ 2 or 3 ആണ് റിമൈൻഡർ കിട്ടിയതെങ്കിൽ 11 ആഡ് ചെയ്യുക. അതായത് ഇതിനൊപ്പം നമ്മൾ 11 ആഡ് ചെയ്യണം. 10 ആഡ് ചെയ്യുമ്പോൾ 30, ഒന്നും കൂടി ആയി 35, 2035 വരും. അല്ലെങ്കിൽ റിമൈൻഡർ 0 ആണ്, അത് എക്സാക്ട് ആയിട്ട് പോകുന്നുണ്ട്. ലീപ്പ് ഇയർ ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്ലസ് 28 ചെയ്യണം. ഈ ഇയറിന്റെ 28 ആഡ് ചെയ്യണം. ഇനി ഇതല്ലാണ്ട് 1, 2, 3, 0 ഇതല്ലാണ്ട് ഒരു റിമൈൻഡറും എന്ത് ചെയ്യില്ല, ഏത് ഇയർ ഡിവൈഡ് ചെയ്താലും വരില്ല കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു. അതായത് ക്വസ്റ്റ്യൻ തന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അല്ലേ. അപ്പൊ നമ്മൾ കോഡ് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കണം. അതായത് ഇയർ മന്തിന്റെ കോഡ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നു. ഇതാണ് മന്തിന്റെ കോഡ് കേട്ടോ. ഈ 733-614-625-735 എന്നുള്ളത്. ഈ കോഡും ഈ ഡേയ്സിന്റെ കോഡും ഇയറിന്റെ കോഡും വെച്ചിട്ട് കാണേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞുതരാം, എന്നല്ലെങ്കിൽ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ലെറ്റ്സ് സേ ഒരു ഡേറ്റ് എടുക്കണ്ടേ. ഓക്കെ, 28/9/2024. 9 എന്ന് പറയുമ്പോൾ ഏതാ? സെപ്റ്റംബർ അല്ലെ. സോ 28 സെപ്റ്റംബർ 2024 ഏതാണ് ഡേ എന്ന് പറയണത്? ഏതാണ് ദിവസം? ചോദ്യം എങ്ങനെ നമ്മൾ കാണും? 28/9/2024 എന്ത് ദിവസമാണ്? സൺഡേ ആണോ, മൺഡേ ആണോ, ട്യൂസ്ഡേ ആണോ, വെനസ്ഡേ ആണോ എന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ 4 ദിവസം ഉണ്ട്. ഫ്രൈഡേ അല്ലെങ്കിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് അതുണ്ടാവും. ഏതാണ് ആൻസർ? നമ്മൾ എങ്ങനെ കാണുക? അപ്പൊ ഇവിടെ നമ്മൾ ആ മുന്നേ പറഞ്ഞ മന്തിന്റെ കോഡ്, ഡേയ്സിന്റെ കോഡ്, ഇയറിന്റെ കോഡ് ഒക്കെ എടുക്കണം. ആദ്യം ഞാൻ കോഡുകളെല്ലാം അതിൻ്റെ ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് സ്റ്റെപ്പ് പറഞ്ഞുതരാം. സോ ജസ്റ്റ് കോഡുകളൊന്നും എഴുതാം. നിങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ.
കോഡ് ഓഫ് ഡേയ്സ്. ഈ കോഡ് ഓഫ് ഡേയ്സ് പറഞ്ഞാൽ കാണാപ്പാടം പഠിക്കാനൊന്നും ഇല്ല. പറഞ്ഞുതരാം. സൺഡേ തുടങ്ങും. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇതിന്റെ കോഡ് കാണാപ്പാടം പഠിക്കാനൊന്നുമില്ല. സൺഡേയിലാണ് തുടങ്ങാൻ നോക്കുക. ദെൻ അവിടുന്ന് എന്ത് ചെയ്യുക, 0 മുതൽ നമ്പർ ഇട്ട് കൊടുക്കുക. 0, 1, 2, 3, 4, 5, 6. ഇത്രേ ഉള്ളൂ. കോഡ് ഓഫ് ഡേയ്സ് എന്ന് സിമ്പിൾ അല്ലേ, കാണാപ്പാടം പഠിക്കാനൊന്നുമില്ല. സൺഡേയിലാണ് തുടങ്ങുക എന്ന് മാത്രം നോക്കുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 0 മുതൽ നമ്പറും കൊടുക്കുക. സൺഡേ 0 വെച്ച് നമ്പറും കൊടുക്കുക. കോഡ് ഓഫ് ഡേയ്സ് കഴിഞ്ഞു. ദെൻ കോഡ് ഓഫ് മന്ത് നമ്മൾ മുന്നേ പഠിച്ചു അല്ലേ. കോഡ് ഓഫ് മന്ത് അത് നിങ്ങൾ നോക്കണം കേട്ടോ. ലീപ്പ് ഇയറിന് ഇവിടെ ജസ്റ്റ് ഓർഡിനറി ഇയർ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 2 ഇയറിന്റെ എഴുതാം അല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം. ഓർഡിനറി ഇയറിന്റെ OD എന്ന് പറഞ്ഞിട്ട് എഴുതാം. ലീപ്പ് ഇയറിന്റെ LEP എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓർഡിനറി ഇയർ എന്തായിരുന്നു? 733 614 625 735 അല്ലേ. 733 614 625 735 അല്ലേ. എന്നെ കാണാപ്പാടം പഠിച്ചൊക്കെ ഞാനും മറന്നിട്ടുണ്ടാവും കേട്ടോ. 733 614 625 735. ഓക്കെ. ലീപ്പ് ഇയർ ആണെങ്കിലോ ഇതേ സാധനം എന്താവുന്നേ ഉള്ളൂ. 623 614 625 735. അടിയിലേക്ക് സ്ഥലമല്ലേ. 735 35 അല്ലേ, 35 ആണ് കേട്ടോ. എന്നല്ലേ 623 614. ഇതാണ് കോഡ് വരിക. ഇതിൽ ഓർഡിനറി ഇയർ ആണോ ലീപ്പ് ഇയർ ആണോ ക്വസ്റ്റ്യനിലെ ഇയർ നോക്കിയിട്ട് നമ്മൾ എടുക്കണം. ദെൻ ഇയറിന്റെ കോഡ്. ഇയറിന്റെ കോഡ് എങ്ങനെയൊക്കെയാണ്? 1600 മുതൽ 1699 വരെയാണെങ്കിൽ 6 ആണ് അതിന്റെ കോഡ്. ഇനി 1700 മുതൽ 1799 വരെ ആണെങ്കിൽ അതിന്റെ കോഡ് എന്ന് പറയുന്നത് 4. 1800 മുതൽ 1899 വരെ ആണെങ്കിൽ അതിന്റെ കോഡ് 2. 1900 മുതൽ 1999 വരെ ആണെങ്കിൽ കോഡ് വരുന്നത് 0. 2000 മുതൽ 2009 വരെ 2099 വരെ ആണെങ്കിൽ കോഡ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇവിടെ ഇതൊന്നും ചോദിക്കാറില്ല കേട്ടോ. ഈ 1600 1800 വരെ ഒന്നും ചോദിക്കില്ല. മാക്സിമം 1900 മുതൽ 2099 വരെ ഉള്ളതേ ചോദിക്കുള്ളൂ. കോമൺ ആയിട്ട് കാണുക ഇതിന്റെ റേഞ്ചിൽ മാത്രം. അപ്പൊ 1900 ആണെങ്കിൽ 0, 2000 മുതലാണെങ്കിൽ 6. ഇത് മാത്രമേ നോക്കി വെക്കേണ്ടൂ. സോ ഇവിടെ ഇത് ഞാൻ എന്തായാലും നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞതാണ്. കോഡ് ഓഫ് മന്ത് നിങ്ങൾ എന്തായാലും പഠിക്കണം. കാണാപ്പാടം വലിയ പണിയൊന്നുമില്ല. 733 614 625 735 കാണാപ്പാടം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ കിട്ടും. പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പഠിച്ചേ പറ്റും. നെറ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മളും കുറച്ച് മെനക്കേട് തന്നെ വേണം. ദെൻ കോഡ് ഓഫ് ഡേയ്സ് ഒന്നുമില്ല. സൺഡേയിലാണ് തുടങ്ങുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 0ലാണ് നമ്പർ തുടങ്ങുന്നതേ ഉള്ളൂ. നേരെ കൊടുക്കണം. ദെൻ ഇയറിന്റെ കോഡ് ഞാൻ പറഞ്ഞെങ്കിൽ ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ജസ്റ്റ് ഇത് മാത്രം നോക്കിയാൽ മതി. 1900 മുതൽ 99 വരെയാണെങ്കിൽ 0 ആണ്. 2000 മുതൽ 2099 വരെയാണെങ്കിൽ 6 ആണ്. ഓക്കെ. നിങ്ങൾ എഴുതിയെടുത്ത് കാണാപ്പാടം പഠിക്കണം. ഇനി ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ പറഞ്ഞുതരാം. ഇതും കൂടി കറക്റ്റായിട്ട് എഴുതിയിരിക്കുക കേട്ടോ. സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പർ ഇട്ട് എഴുതാം അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ റൈറ്റ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓഫ് ദ ഇയർ. റൈറ്റ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓഫ് ദ ഇയർ. തന്ന വർഷത്തിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് അവിടെ എഴുതുക. രണ്ടാമതായിട്ട് ഡിവൈഡ് ചെയ്യണം ഈ 2 ഡിജിറ്റ്സിനെ. സോ ഡിവൈഡ് ദ 2 ഡിജിറ്റ്സ്. അടുത്ത 2 ഡിജിറ്റ്സ് ആട്ടോ. ഡിവൈഡ് ദ 2 ഡിജിറ്റ്സ് ബൈ 4 ആൻഡ് ടേക്ക് ദ ആൻസർ. ടേക്ക് ആൻസർ. കാരണം റിമൈൻഡർ അല്ല എടുക്കേണ്ടത്, ആൻസർ ആണ് എടുക്കേണ്ടത്. ആൻസർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ആൻസർ ആണ് എടുക്കേണ്ടത്, റിമൈൻഡർ അല്ല. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം? ഡേറ്റ് എഴുതണം. ഇതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. സ്റ്റെപ്പ് എഴുതിയാൽ എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ദെൻ റൈറ്റ് ദ ഡേറ്റ്. അന്നേ ദിവസം 12 ഒക്ടോബർ ആണെങ്കിൽ 12. ദെൻ നാലാമത്തതായിട്ട് മന്തിന്റെ കോഡ്. റൈറ്റ് കോഡ് ഓഫ് മന്ത്. ജനുവരി ആണെങ്കിൽ 7 ആ ഒരു കോഡ് എഴുതുന്നത്. 5ാമത്തെ സ്റ്റെപ്പായിട്ട് റൈറ്റ്
കോഡ് ഓഫ് ഇയർ. ഇപ്പൊ 2005 ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഇയറിന്റെ കോഡ് എത്രയാണ് നമ്മൾ വന്നത്? 6. അതേപോലെ ദെൻ ആറാമത്തെ സ്റ്റെപ്പായിട്ട് ആഡ് 1 to 5. ഇത് വരെയുള്ള എല്ലാ നമ്പേഴ്സും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 1 മുതൽ 5 വരെയുള്ള എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുക. ദെൻ അടുത്ത സ്റ്റെപ്പ് താഴെ കിടക്കട്ടെ. ഏഴാമത്തെ സ്റ്റെപ്പായിട്ട് ഈ കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് കിട്ടിയത്, അതിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതായത് 1 മുതൽ 5 വരെയുള്ളത് ആഡ് ചെയ്ത നമ്പർ, ആ കിട്ടിയ നമ്പറിന് എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 7 ആൻഡ് ടേക്ക് ദ റിമൈൻഡർ. ആൻഡ് ടേക്ക് ദ റിമൈൻഡർ. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ അടിയിൽ കിട്ടിയ വാല്യൂ, റിമൈൻഡർ. ദെൻ കമ്പയർ വിത്ത്, ആ കിട്ടിയ വാല്യൂ എന്ത് ചെയ്യുക? കമ്പയർ വിത്ത് ഡേന്റെ കോഡ്. ഈ റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ ഇതാ 25 ഹരിക്കണം 4, 25 ഹരിക്കണം 4 കംപ്ലീറ്റ് ആയിട്ട് പോകില്ല അല്ലല്ലോ. 5 4 20, 6 4 24 ബാക്കി എത്ര വന്നു? 1 വന്നു. ഇവിടെ ആൻസർ എടുക്കാൻ പറഞ്ഞാൽ ഇതാണ് എടുക്കുക, റിമൈൻഡർ എടുക്കാൻ പറഞ്ഞാൽ ഇതാണ് എടുക്കുക. എല്ലാവർക്കും അറിയണതാണെന്നാൽ ആരെങ്കിലും അറിയാത്തവരുണ്ടോ ചോദിച്ച് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. സോ ഇതാണ് സ്റ്റെപ്പുകൾ. ആദ്യം തന്ന ഇയറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എഴുതുക. ദെൻ അതിനെ ഡിവൈഡ് ബൈ 4 ചെയ്യുക, അതിന്റെ ആൻസർ എടുക്കുക, മുകളിലത്തെ എടുക്കുക. ദെൻ ഡേറ്റ് എഴുതുക, മന്തിന്റെ കോഡ് എഴുതുക, ഇയറിന്റെ കോഡ് എഴുതുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, കിട്ടിയ സാധനത്തിനെ 7 കൊണ്ട് ഹരിക്കുക. അപ്പൊ അടുത്ത റിമൈൻഡർ എടുക്കുക, റിമൈൻഡർ ഡേന്റെ കോഡ് വെച്ച് കമ്പയർ ചെയ്യുക, ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ കുറേ ലെങ്തി സ്റ്റെപ്പൊക്കെ ആണല്ലോ എന്ന് വിചാരിക്കാം. ബട്ട് ബൈ പ്രാക്ടീസ് ഇതൊന്നും ഒന്നുമല്ല. ഓക്കെ, നെറ്റ് എക്സാമിന് ഞാൻ പറയാം, കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടണം. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ. ഇത് ഇപ്പം ഞാൻ ഈ പഠിപ്പിക്കണതൊക്കെ എന്താണ്? കൺസെപ്റ്റുകളാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാന്നാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. അത് ചെയ്യേണ്ടത് ആരാ? നിങ്ങളാണ്. എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ചെയ്യേണ്ടത് ആരാണ്? നിങ്ങളാണ് ചെയ്യേണ്ടത്. അതിന് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ജസ്റ്റ് കണ്ട ഡേറ്റുകൾ എടുക്കുക, റാൻഡം ആയിട്ട്. ഇപ്പൊ നിങ്ങൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക, ഏതാണ് ദിവസം, ഈ ഫോർമുല വെച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. ഓക്കെ, സോ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആൻസർ ചെയ്ത് കാണിച്ചു തരാം. 28/9/2024 ഏതാണ് ഡേറ്റ് എന്നാണ് ചോദ്യം. 9 സെപ്റ്റംബർ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്താ പറഞ്ഞേ? ഇയറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എഴുതാം അല്ലേ? ഇയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് 24 എഴുതി. ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? അതിനെ ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് ആൻസർ എടുക്കാൻ. ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്ര വരും അവിടെ? ഇത് ലീപ്പ് ഇയർ ആണ്, അത് ആലോചിച്ചോളാം. സോ ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എക്സാക്ട് ആയിട്ട് 6 വരും. എടുത്തു, കാരണം നമുക്ക് ആൻസർ എടുക്കാൻ പറഞ്ഞത് അത് അവിടെ എടുത്തു. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഡേറ്റ്. ഇതാണ് ഡേറ്റ്, 28. ഇവിടെ എഴുതിയേക്കട്ടെ. മൂന്നാമത്തെ ഡേറ്റ് ആയിരുന്നു, അത് 28 ആണ്, അതെടുത്തു. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മന്തിന്റെ കോഡായിരുന്നു, സെപ്റ്റംബർ ആണ്, ലീപ്പ് ഇയർ ആണ്. ഈ മന്തിന്റെ കോഡ് എടുക്കുമ്പോൾ ആകെ നോക്കേണ്ടത് ഇത് ലീപ്പ് ഇയർ ആണോ അല്ലേ എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഇതെന്താണ്? ലീപ്പ് ഇയർ ആണ്. ഇപ്പൊ എവിടെ ലീപ്പ് ഇയറിന്റെ കോഡ്? ലീപ്പ് ഇയറിൽ സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഓക്കെ, സോ ലീപ്പ് ഇയറിൽ സെപ്റ്റംബർ എന്ന് പറയുന്നത് 5 ആണ്. മന്തിന്റെ കോഡ് എന്ത് വന്നു? 5 വന്നു. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? മന്തിന്റെ കോഡ് കഴിഞ്ഞ ഇയറിന്റെ കോഡ് 2024 ആണ്. സോ 2000 to 2099 വരെ എന്താണ്? 6 ആണ് അതിന്റെ കോഡില്. അപ്പൊ അതെഴുതി. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഇതൊക്കെ പാടെ ആഡ് ചെയ്യുക. 24 6 28 5 6 ആഡ് ചെയ്യണം. 24 6 30 30 20 50 58 58 5 69 വന്നു മൊത്തം. സോ ഇതൊക്കെ പാടെ ആഡ് ചെയ്യുമ്പോൾ 69 വന്നു. ആറാമത്തെ സ്റ്റെപ്പായിട്ട് എന്തായിരുന്നു? ഇതൊക്കെ പാടെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. ഏഴാമത്തെ സ്റ്റെപ്പ് ഇവിടെ എഴുതാം അല്ലെ? ഏഴാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഡിവൈഡ് ബൈ 4. 4 എന്നാ പറയുന്നത്, ഡിവൈഡ് ബൈ 7. തെറ്റിതാട്ടെ, ഡിവൈഡ് ബൈ 7 ആട്ടോ. എന്നിട്ട് റിമൈൻഡർ എടുക്കണം. 69 ഹരിക്കണം 7 എത്ര വരിക? ഫസ്റ്റിൽ പോകില്ല. 69 അപ്പൊ എത്ര വരിക? 69 എന്ന് പറയുമ്പോൾ 9 7 63 അല്ലെ? 9 7 63 ആണ്. റിമൈൻഡർ എത്ര കിടക്കണം അവിടെ? 6 അല്ലെ? 69 63 പോയാൽ റിമൈൻഡർ 6 ആണ്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം? ദിവസങ്ങളുടെ കോഡുമായിട്ട് കമ്പയർ ചെയ്യണം. ഡേയ്സിന്റെ കോഡ് ജസ്റ്റ് ഇവിടെ എഴുതി കാണിച്ചു തരാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 0യിലാണ് തുടങ്ങുക. 0 1
2, 3, 4, 5, 6. സോ 6 എന്ന് പറയുന്നത് എന്താണ്? സാറ്റർഡേ ആണ്. സോ ആ ഡേറ്റ് എന്താണ്? അതായത് 28/9/2024 എന്ന് പറയുന്നത് എന്ത് ദിവസമാണ്? സാറ്റർഡേ ആണ്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഷോർട്ട് കട്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ 2 വട്ടെങ്കിലും കാണുക. കണ്ടു കഴിഞ്ഞാൽ കാലണ്ടറിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. കാരണം ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യേണ്ട ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഇതിൽ ഞാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് വല്ലാണ്ട് കൂടും. സോ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പ്രാക്ടീസ്